സിനിമ ജാനകി എന്നുള്ളൊരു പേര് കൊണ്ട് മാത്രം ഉണ്ട ഒരു വിവാദമല്ല. ജാനകി എന്നുള്ള പേര് ഏതെല്ലാം സന്ദർഭത്തിൽ എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്നുള്ളതൊരു ഒരു ഒരു ഘടകമാണ്. അതിലൊരു പരിധി വരെ അവർ പറഞ്ഞ പോയിന്റുകൾ എനിക്ക് ചില പോയിന്റുകൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം സെൻസർ ബോർഡ് ആയിരുന്നു ശരിയെന്നുണ്ടെങ്കിൽ ജാനകി എന്നുള്ള പേര് സിനിമ ഇറങ്ങത്തില്ലല്ലോ. അല്ല, ഇറങ്ങുമോ? ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാന്നുള്ള എന്റെ തീരുമാനമല്ലേ സുഹൃത്തെ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ജാനകി എന്നുള്ളൊരു പേരല്ല വിഷയം, അത് പറയുന്ന സാഹചര്യങ്ങളാണെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ചേട്ടൻ ആ സിനിമ കണ്ടതിന് ശേഷം എന്നെ നമ്പർ വിളിച്ച് നമുക്ക് സംസാരിക്കാം. അത് സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ഒരു പ്രാക്ടിക്കൽ പ്രശ്നം. അതാണ് ആ പേര് ഉൾക്കൊള്ളുന്ന ആളോട് മറ്റൊരാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിനുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതിലേക്കുള്ള റേപ്പിസ്റ്റ്, അതിനുണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം പല രീതിയിൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് അവർ പറഞ്ഞത്. അതിൽ നമ്മൾ നീതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ സൈഡിലേക്ക് പോകേണ്ടി വന്നു. കോടതി സിനിമ കണ്ടു, കോടതി നമ്മുടെ കൂടെ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. അത് കോടതിക്ക് കൃത്യമായിട്ട് ഇപ്പൊ സെൻസർ ബോർഡിനെ എനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ യൂണിയൻ മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ മിനിസ്ട്രിയോ അല്ല കൺവിൻസ് ചെയ്യേണ്ടത്. കോടതി പോലൊരു നിയമ സംവിധാനത്തിന്റെ സൈഡിൽ നിന്ന് കൃത്യമായിട്ട് സെൻസർ ബോർഡിനോട് ഇതാണ് എന്ന് പറയുമ്പോൾ സെൻസർ ബോർഡ് തിരിച്ചൊന്നും പറയാനില്ല. മറിച്ചൊരു മന്ത്രി പറയുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുക ചെയ്താൽ അത് മറ്റൊരു വിവാദമായിട്ട് മാറത്തല്ലേ ഉള്ളൂ.